നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമെന്ന് വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ഓർഡിനൻസ് റദ്ദാക്കിയിരിക്കുന്നത്. ഓർഡിനൻസ് കോടതിയുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മെഡിക്കൽ പ്രവേശനം നടത്തിയ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ 180 വിദ്യാർത്ഥികളുടെ പ്രവേശനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇത് മറികടക്കാനായി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസ് ആണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയാണ് പ്രവേശന മേൽനോട്ട സമിതി അറിയാതെ നടത്തിയ പ്രവേശനത്തിന് അനുകൂലമായ ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. 2017-2018 വർഷത്തിൽ സർക്കാർ അറിയാതെ 180 വിദ്യാർത്ഥികളുടെ പ്രവേശനം നടത്തിയ കണ്ണൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് കരുണ മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കെതിരെ മെഡിക്കൽ പ്രവേശന സമിതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രവേശനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും റദ്ദാക്കുകയായിരുന്നു. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 15 പൈസ ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 72.90 എന്ന നിലയിലാണ് വ്യാപാരം മുന്നേറുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ മുന്നേറ്റവും വിപണിയുടെ നഷ്ടം നികത്താൻ സഹായിച്ചതുമാണ് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായത്. രാവിലെ വിനിമയ നിരക്കായ 72.75 വ്യാപാരം തുടങ്ങിയ രൂപ പിന്നീട് 15 പൈസയുടെ ഇടിവ് രേഖപ്പെടുത്തുകയായിരുന്നു. രൂപയുടെ മൂല്യം 10 പൈസ കൂടി താഴ്ന്നാൽ ഡോളറിനെതിരെ 73 എന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തും. കഴിഞ്ഞ 10 വർഷത്തെ ബോണ്ട് വരുമാനം 8.181% നിന്നും ഉയർന്ന് 8.221 എന്ന ശതമാനമായി മാറിയിരിക്കുകയാണ്. ബോണ്ട് ഈൽഡുകളും വിലകളും വിപരീത ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാപ്രളയത്തിൽ തകർന്ന പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഭൂചലനം. ബുധനാഴ്ച രാവിലെ 10:30 ഭൂചലനം ഉണ്ടായത്. പത്തനംതിട്ടയിലെ അടൂരിലും പന്തളത്തും ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. അടൂരിനടുത്ത് പുള്ളിക്കൽ പഞ്ചായത്ത്, പഴകുളം, പുള്ളിപ്പാറ, കോലമല മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂമിക്കടിയിൽ നിന്നും ശക്തമായ മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. പല ഭാഗത്തും വീടുകളുടെ ഭിത്തികൾ വിണ്ടുകീറിയിട്ടുണ്ട്. അതേസമയം റിക്ടർ സ്കെയിലിൽ 3-ൽ താഴെയാണ് ആഘാതമെങ്കിൽ രേഖപ്പെടുത്തില്ലെന്നും അത്തരം ചെറു ചലനമായിരിക്കാം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നതെന്നുമാണ് വിദഗ്ധരുടെ നിഗമനം. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഇന്നു തന്നെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP PK സുഭാഷ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗം കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ്. കേസന്വേഷണം അവസാന ഘട്ടത്തിൽ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എന്നാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കലായിരിക്കും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതേസമയം നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന് SP പറഞ്ഞു. പോലീസിന്റെ നിലപാട് കോടതിയിൽ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് വൈകുന്തോറും പ്രതിഷേധം ശക്തമാവുകയാണ്. കൊച്ചിക്ക് പുറമെ സെക്രട്ടേറിയറ്റിന് മുന്നിലും സമരം നടക്കുകയാണ്. സന്യാസി സമൂഹ സംരക്ഷണ വേദിയാണ് സമരം നടത്തുന്നത്. എന്നാൽ ബിഷപ്പിനെതിരായ ആരോപണം ഗൂഢാലോചന എന്ന വാദവുമായി ജലന്ധർ രൂപത രംഗത്തെത്തിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കോടതിയിലേക്ക്. ഫണ്ട് വിതരണത്തിന് പ്രത്യേക ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കേന്ദ്രത്തിന് നിവേദനം നൽകാൻ കഴിയാത്ത വിധം കേരളത്തിൽ ഭരണസ്തംഭനമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു.